സ്വർഗത്തിനകത്തുനിന്ന് ഓടിപ്പോകുമ്പോൾ നിന്റെ പേര് കുറിക്കേണ്ടിടത്ത് മറ്റു ചിലരുടെ പേര് കുറിക്കേണ്ടി വരും. സ്വർഗത്തിന് നീ നിൽക്കേണ്ട വേദികളിൽ മറ്റു ചിലരെ നിർത്തേണ്ടി വരും ദൈവത്തിന്. ഇന്ന് പകൽ പരിശുദ്ധമ്മ വിളിച്ചു പറയുന്നു, സ്ഥിതികളെ മാറ്റുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. രോഗമാകട്ടെ, കടമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, എന്തുമാകട്ടെ, ഇപ്പോഴത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഭയപ്പെട്ട് പെട്ടെന്നുള്ള തീരുമാനമെടുത്ത് നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിക്കകത്തോട്ട് പുറത്തോട്ട് ഓടിപ്പോകാതെ ഈ പകൽ നിന്നെ കുറിച്ചുള്ള ദൈവഹിതത്തിന്റെ ഈ അകത്ത് നിൽക്ക്. മനസ്സിലവർക്ക് സ്തോത്രം ചെയ്യും. ആ കുടുംബത്തിന്റെ പേര് എഴുതപ്പെടേണ്ട സ്ഥാനത്ത് മറ്റു ചിലരുടെ പേര് വരിക. ആയിരക്കണക്കിന് ജനത്തിന് നടുവിൽ അഗ്നിജ്വാല പോലെ ഉപയോഗിക്കപ്പെടേണ്ട ചിലർ ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്നു. ഭൂഖണ്ഡങ്ങളെയും രാജ്യങ്ങളെയും ദൈവാത്മാവിൽ പിടിക്കുവാൻ, ലക്ഷക്കണക്കിന് ജനത്തെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ഈ തലമുറയിൽ ദൈവം കണ്ട ചിലരെ കേൾക്കുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുക അവർ. ഇപ്പോഴുള്ള സാഹചര്യത്തിനകത്ത് സമ്മർദ്ദപ്പെട്ട് മുമ്പോട്ട് നീങ്ങാൻ കഴിയാതെ വളരെ റോങ് ആയ ഡിസിഷനുകൾ കുടുങ്ങിക്കിടക്ക. ദൈവാത്മാ പറയുന്നു, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ നീ നഷ്ടപ്പെടുത്തരുത്. തിരിച്ചുവാ, തിരിച്ചുവാ. എലീമേലെക്ക് മരിച്ചു, മഹ്ലോൻ മരിച്ചു, കില്യോൻ മരിച്ചു. നവോമി തന്റെ മരുമകളായ മോവാബ്യ സ്ത്രീയായ രൂത്തുമായി തിരിച്ചു വരിക. തിരിച്ചു വരവിനെ ദൈവം അനുഗ്രഹിച്ചു. എലീമേലെക്കിന്റെ മക്കളുടെ ഒക്കെ പേരെഴുതപ്പെടേണ്ടത് മരുമകളിലെ മകൾ. ദൈവാത്മ പറയുന്നു, തകർന്നു പോവല്ലേ, മനസ്സൊന്ന് പുതുക്ക, സംഘർഷങ്ങളൊന്ന് മാറ്റിവെക്ക്, നിരാശയുടെ കെട്ട് യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ട്, പ്രതിസന്ധികളുടെ കെട്ട് യേശുവിന്റെ നാമത്തിൽ അഴികട്ട്. നിരാശ അകത്തോട്ട് കയറിയ പിന്നെ അഭിഷേകം ജ്വലിക്കത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധവർ നിന്നെ പരാജയപ്പെടുത്താൻ, നിന്റെ അകത്തേക്ക് ദുഷ്ടനയിത തീയമ്പുകളെ വിശ്വാസത്തിന്റെ പരിചയ കൊണ്ട് തട്ടിക്കള്, വചനത്തിന്റെ വാളുകൊണ്ട് ഇന്ന് പോലെ അവന്റെ തന്ത്രങ്ങളെ ജയിക്കുക. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നഷ്ടപ്പെടുത്തരുത്. മനസ്സ് പുതുക്കി നിന്റെ ചിന്തകളെ, നിന്റെ ആശകളെ, നിന്റെ നിരാശകളെ, നിന്റെ ഭാവനകളെ, നിന്റെ സ്വപ്നങ്ങളെ ഇന്ന് പകൽ ദൈവഹിതത്തിന് അനുസരണമാവണ്ണം ആത്മാവിലൊന്ന് പുതുക്കി രൂപാന്തരപ്പെടാൻ ദൈവത്തിന്റെ പരിശുദ്ധ അവധൂത് പറയുന്നു. പിന്മാറ്റത്തിന്റെ വാക്കുകൾ വന്നുപോയ പത്രോസ് താൻ തിരിച്ചു നീന്തി യേശുവിന്റെ അരിയിലേക്ക് വരാൻ തയ്യാറായതുകൊണ്ട് അതേ പത്രോസിനെ കൊണ്ട് 3000 പേരെ ദൈവരാജ്യത്തിനകത്തോട്ട് കയറ്റാൻ ദൈവം പത്രോസിനെ ഉപയോഗിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നീ തിരിച്ചു വന്ന നീ ഒരു ചരിത്രമാകും. ദൈവഹിതത്തിനകത്തോട്ട് തിരിച്ചു വന്നാൽ, ദൈവത്തിന്റെ പദ്ധതിക്കകത്തോട്ട് തിരിച്ചു വന്നാൽ, ദൈവത്തിന്റെ പ്ലാനിനകത്തോട്ട് നീ തിരിച്ചു വന്നാൽ നിന്നെ ദൈവം ചരിത്രമാക്കും. കരയിലേക്ക് ശിഷ്യന്മാര് കയറി വന്നപ്പോ യേശു കർത്താവ് ചോദിച്ചൊരു പദമുണ്ട്, ഇപ്പോ പിടിച്ചത് വല്ലതുമുണ്ട്. എന്താ ഇപ്പോ പിടിച്ചതിന്റെ പ്രത്യേകത? എന്താ ഇപ്പോ പിടിച്ചതിന്റെ പ്രത്യേകത? ഇവരുടെ തീരുമാനം കൊണ്ട് ഇവര് പിടിച്ചതല്ല, ഇവരുടെ കഴിവുകൊണ്ട് ഇവര് പിടിച്ചതല്ല, ഇവരുടെ വലയുടെ മിടുക്കൊണ്ട് ഇവര് പിടിച്ചല്ല. ഇപ്പൊ പിടിച്ചതിന്റെ പ്രത്യേകത, ഇപ്പൊ പിടിച്ചത് മുഴുവൻ യേശു പറഞ്ഞിട്ട് മാത്രം കിട്ടിയതാ. എന്താ അതിന്റെ അർത്ഥം? നീ സുവിശേഷ വേലയ്ക്ക് നിന്നാലും അല്ല വലയെടുത്ത് കടലിൽ മീൻ പിടിക്കാൻ പോയാലും നീ എന്തെങ്കിലും പ്രാപിക്കണം, യേശു തന്നെ പറയണം. യേശു പറയാതെ ഇന്നു പകൽ നിന്റെ വല നിറയത്തില്ല. യേശു വിചാരിക്കാതെ ഇന്നു പകൽ നിന്റെ ജീവിതം നിറയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ അമ്മ പറയും, നീ വേലക്കിറങ്ങിയാലും ജോലിക്ക് പോയാലും നീ നിറയണമെങ്കിൽ, കർത്താവ് വിചാരിക്കണമെങ്കിൽ ഇന്നു പകൽ നിനക്ക് ദൈവഹിതത്തിനകത്ത് നിൽക്കരുതോ? ഇവരോടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കരയിലേക്ക് കയറി വരുമ്പോ അവര് കണ്ട കാഴ്ച, കനലിന്മേൽ മീനും അപ്പമൊക്കെ ഒരുക്കി യേശു വരെ കാത്തിരിക്കുക. ഇത് മകൾ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വ്യർത്ഥ ചിന്താഗതി വിട്. നാളെ എന്താകുമെന്നുള്ള നിന്റെ ഭാരം വിട്. ഞാൻ എങ്ങനെ ഉപജീവിക്കുമെന്നുള്ള നിന്റെ ഭാരം വിട്.
തിബിരിയാസിന്റെ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയ ശിഷ്യന്മാർക്ക് കടലിന്മേൽ നന്മയൊരുക്കി കാത്തിരുന്ന യേശു ഇന്ന് പകൽ ജീവിക്കുന്നു. നിനക്ക് വേണ്ടി കരുതാൻ യേശുവിന് പറ്റും.